അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വആതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. എല്ലാ ഓരോ അവകാശികൾക്കും അവരുടേതായ അവകാശങ്ങൾ നൽകുക എന്ന ഒരു പ്രയോഗം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണാനാകും. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് അനുചരന്മാർ അബൂദർദാ, സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദായിനെ കാണുന്ന സമയത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വിശന്നൊട്ടിയ വയറുമായി കൊണ്ട് ജീവിക്കുന്ന, അല്പം മാത്രം ഉറങ്ങുകയും ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സൽമാൻ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നുണ്ട്. ഇന്ന ലി റബ്ബിക അലൈക ഹഖ്ഖൻ വ ഇന്ന ലി നഫ്സിക അലൈക ഹഖ്ഖൻ വലി അഹ്ലിക അലൈക ഹഖ്ഖൻ വഅതി കുല്ല ദി ഹഖ്ഖിൻ ഹഖ്ഖഹു. അദ്ദേഹം പറയുന്നത്, തീർച്ചയായും നിൻ്റെ റബ്ബിന് നിന്നിൽ നിന്ന് ചില അവകാശങ്ങൾ കിട്ടാനുണ്ട്. നിൻ്റെ ശരീരത്തിന് നിന്നിൽ നിന്ന് ചില ബാധ്യതകൾ, നിൻ്റെ കുടുംബത്തിന് നിൻ്റേതായ ചില അവകാശങ്ങൾ, അങ്ങനെ നീയുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യർക്കും ഓരോ ജീവികൾക്കും നിന്നിൽ നിന്ന് അവകാശങ്ങൾ, അനിവാര്യതകൾ കിട്ടേണ്ടതുണ്ട്. അത് കൊടുക്കുമ്പോൾ മാത്രമാണ് നീയൊരു യഥാർത്ഥ വിശ്വാസിയാവുന്നത്. ഈ ഒരു ഉപദേശം കേട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ സൽമാൻ സത്യമാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആരാധനകൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിനുള്ള കടമകൾ, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ വീഴ്ച കൂടാതെ നിർവഹിക്കണം. രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് വലിയ പുണ്യം നിറഞ്ഞ പ്രവൃത്തിയാണ്. പക്ഷേ ആ ഉറക്കത്തെ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യൻ വിശന്ന് പട്ടിണി കിടന്ന് ധാരാളമായി കൊണ്ട് ഉറക്കം ഒഴിവാക്കി, അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രമെടുത്ത് പട്ടിണിയിൽ ജീവിക്കുന്നതിനേക്കാൾ അവൻ്റെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു സുഭിക്ഷതയും ക്ഷേമവും സൗന്ദര്യവുമൊക്കെയുണ്ട്. അതിനെ നിരാകരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഇണകൾക്ക്, മക്കൾക്ക് തൻ്റെ സമയം, സമ്പത്ത് ഇതെല്ലാം അവകാശപ്പെട്ടതാണ്. അത് വേണ്ട വിധത്തിൽ അവർക്ക് നൽകുക എന്ന് പറയുന്നതും ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. അങ്ങനെ താനുമായി ബന്ധപ്പെട്ട ഓരോരോ ജീവികൾക്കും അവരുടേതായ അവകാശങ്ങൾ നൽകുക, മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാതിരിക്കുക എന്നതൊക്കെ ഇസ്ലാം നൽകുന്ന മനുഷ്യ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങളാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മറ്റുള്ള ആളുകളെ പരിഗണിച്ച്, സ്വന്തത്തെ പരിഗണിച്ച്, ദൈവത്തെ പരിഗണിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നാഥൻ തുണക്കുമാറാവട്ടെ.